ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മളെ ചങ്കമ്മ രാവിലെ നല്ല ഉറക്കാനും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉച്ചയായിട്ട് അമ്മമ്മ കുളിച്ച് സുന്ദരിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത്ര മൂടൊന്നും ശരിയായിട്ടില്ല കേട്ടോ. ചായ കുടിച്ചിനാ? രാവിലെ ചായ കുടിച്ചിനാ. അപ്പോൾ ഇപ്പോൾ ചോറ് കൊടുക്കണം. ഏടത്തിൻ്റെ മാമീൻ്റെ മോള് വന്നിട്ടുണ്ട് ആടി ഇരുന്നിട്ടാ. പിന്നെ ഗീതാൻ്റെ ഉണ്ട്. ഗീതാൻ്റെ കുറച്ച് ദിവസം ഇവിടെ വന്നിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിയുടെ മുച്ചിലോട്ടാവല് പെരുങ്കളിയാട്ടം നടക്കുന്നുണ്ട്. ഇന്ന് 3-ാം കളിയാട്ടാണ്. അപ്പോൾ മുച്ചിലോട്ടമ്മേൻ്റെ തിരുമുടി നാളെയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോക്കാന്ന്. ഒരുവിധം പെരുങ്കളിയാട്ടത്തിനെല്ലാം ഞാൻ തലേന്ന് പോയിട്ട് അവിടെ കൂടലാന്ന് കേട്ടോ. എൻ്റെ മുച്ചിലോട്ടമ്മേനെ കണ്ടിട്ടേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉച്ച ഏകദേശം 1 മണി കഴിഞ്ഞു. അപ്പോൾ നേരെ ഇനി ഇപ്പോൾ കാവിലേക്ക് പോകാൻ വേണ്ടി നോക്കലാന്ന്. നമ്മുടെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ കമൻറ്റിലൂട്ട് നമ്മളെ ക്ഷണിച്ചിട്ടെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് അനിയനും കൂടിയിട്ട് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനിയൻ്റെ ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ അടുത്ത് ഞാൻ കൂട്ടിയിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അനിയൻ വന്നില്ലെങ്കിൽ അവരെണ്ണം കൂടി വൈകുന്നേരം വരും അല്ലേ? വൈകുന്നേരം വരില്ലേ? വൈകുന്നേരം വരും. മോള് ഇതാട്ടാ, മോളെ മോള്. എന്നിട്ട് വായേ എത്ര വയസ്സ്? 1 വയസ്സ് 3 മാസമായി കേട്ടോ കുട്ടിക്ക്. തൊട്ടപ്പുറം തന്നെ വീട്. അമ്മ വിസ്മയ പാർക്കിലായിട്ട് ടൂറ് പോയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടീനെ ഇവിടെ ആക്കിയാട്ടാ. അംഗൻവാടിയിൽ നിന്ന് ടൂറ് പോയിട്ടുണ്ട്. അപ്പോൾ കുട്ടീനെ ഇവിടെ ആക്കിയതാണ്. അപ്പോൾ അടുത്താണ് നോക്കുന്നത്. അടുത്ത ദോശയിലും കൊടുക്കുന്നുണ്ട്. രാവിലത്തെ ദോശ. അമ്മ അടുക്കളയിൽ ചെറിയൊരു പണിയുണ്ട്. അനിയൻ പുറത്തോടെ പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ. കർണാടകത്തിൽ നിന്ന് അടുത്തിയുടെ നാട്ടിൽ വന്നിട്ട് ഏകദേശം ഇപ്പോൾ 2 കൊല്ലാവാനായി. അപ്പോൾ ഇതുവരെ അങ്ങനെ പെരുങ്കളിയായിട്ടൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ തെയ്യങ്ങളെല്ലാം കണ്ടിന്, മുച്ചിലോട്ടമ്മേനും കണ്ടിന്. പക്ഷെ പെരുങ്കളിയായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അടുത്തോടെ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വരില്ലേ? എന്തായാലും വരില്ലേ? ഇന്ന് വൈകുന്നേരം മുച്ചിലോട്ടമ്മേൻ്റെ തോറ്റമുണ്ട്. ഉച്ചത്തോറ്റത്തിൻ്റെ ഒപ്പം മംഗല കുഞ്ഞുങ്ങളുണ്ടാകും കേട്ടോ. നല്ല കാണേണ്ടൊരു കാഴ്ചയാണ് മംഗല കുഞ്ഞുങ്ങളും മുച്ചിലോട്ടമ്മേൻ്റെ തോറ്റവും. അപ്പോൾ അത് കാണാൻ വേണ്ടി മെയിനായിട്ട് ഞാൻ പോകുന്നത്. അമ്മേൻ്റെ അന്നദാനമെല്ലാം ഉണ്ട്. 2 നേരം അന്നദാനമുണ്ട് ഉച്ചക്ക് രാത്രിയല്ല. അമ്മമ്മ വലിയ മൂടൊന്നുമില്ല. ഉറങ്ങി എണീച്ചപ്പാടുന്നു. ഒരു കുളിയെല്ലാം കുളിച്ചു. പക്ഷേങ്കിൽ അത്ര മൂടായിട്ടില്ല. ഇതാ നമ്മളെ അമ്മ എന്നിട്ട് ചോറും കറിയിലാക്കിയാ? ബീട്രൂട്ട് മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചക്കത്തെ ചോറൊന്നും ഇവിടുന്ന് കഴിക്കുന്നില്ല കേട്ടോ. രാവിലത്തെ ചായ കുടിച്ചതേ ഉള്ളൂ. ഇനിയിപ്പം മുച്ചിലോട്ടമ്മേൻ്റെ അന്നപ്രസാദം കഴിക്കണം. അതുകൊണ്ട് ഇവിടുന്നൊന്നും കഴിക്കുന്നില്ല. പറ്റുമെങ്കിൽ ഇപ്പോൾ ഏകദേശം 1 മണിയായല്ലോ. പോകുന്ന പോക്കിനെയും പറശ്ശിനിക്കടവ് കയറിയിട്ട് ആടുന്ന് ചോറ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഉറപ്പില്ലേ, നോക്കിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 1 മണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ. ഇത് ഏകദേശം അതിയുടെ മുച്ചിലോട്ടാവ് വരുന്നത് ഈ പഴയങ്ങാടി റൂട്ടിലാണ്. അപ്പോൾ ഞാൻ പണ്ട് കളിയാടത്തിനാണ് പോയതാണ്. അപ്പോൾ ഇപ്പം കുറേ ആയി പോവാത്തത്. റൂട്ട് ശരിക്കും അറിയില്ല. അപ്പോൾ ചോദിച്ച് പോവാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും മുച്ചിലോട്ടാവലുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കാണാം കേട്ടോ. ഓക്കെ, അമ്മ താറ്റ. ആൻറ്റി താറ്റ, അടുത്ത താറ്റ. അമ്മമ്മ താറ്റ അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ.